പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 8 നെക്സ്റ്റ് പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഡർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള പോർഷനാണ്. അപ്പോൾ നമുക്കറിയാം 1/2ഉം 1/4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1/8 കിട്ടും അല്ലേ? 1/4 ആണ്, 1/2 ആണ് മൾട്ടിപ്ലയർ, 1/4 ആണ് മൾട്ടിപ്ലിക്കൻറ്റ്. മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ഡിനോമിനേറ്റർ ആണ് നമ്മൾ റോ ആയിട്ട് എടുക്കുന്നത് അല്ലേ? അപ്പോൾ 4 റോസ് കാണും. 1 2 3 4 റോസ് കാണും. മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്റർ ആണ് കോളമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കോളംസും കാണും. ഓക്കെ, അപ്പോൾ 1/2ഉം 1/4ഉം ഈ ഒരു യൂണിറ്റ് സ്ക്വയറിനെ അപ്പോൾ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു? നമ്മൾ 2 × 4 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1/2 × 1/4 എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആയിരിക്കും, 1/8 ആയിരിക്കും. ഇനി ഇതിനെ നമ്മൾ ഇതിൻ്റെ ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്താലോ? അതായത് ഇവിടെ നമ്മൾ 1/2 × 1/4 ആയിരുന്നു എടുത്തത്. തിരിച്ച് 1/4 × 1/2 എന്ന് എടുത്താലും എന്ത് തന്നെ വരും? അതും 1/8 എന്ന് തന്നെ വരും. അപ്പോൾ ഇവിടെ 2 റോയും 4 കോളവുമായിരിക്കും വരിക. അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? 1/8 തന്നെ കിട്ടും. In general, note that the area of a rectangle remains the same even if the length and breadth are interchanged. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ഇൻ്റർചേഞ്ച് ചെയ്താലും റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ദ ഓർഡർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഡസ് നോട്ട് മാറ്റർ. അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെ ഓർഡർ ഏതായിരുന്നാലും കുഴപ്പമില്ല. അതായത് നമ്മൾ 2 × 3 ചെയ്താൽ നമുക്ക് 6 കിട്ടും. 3 × 2 ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? 6 തന്നെ കിട്ടും. അതായത് മൾട്ടിപ്ലിക്കേഷനിൽ ഓർഡർ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ജനറലി എന്ത് പറയാം? A/B × C/D എന്തിന് ഈക്വലാണ്? C/D × A/Bക്ക് ഈക്വലാണ്. അതായത് A/B ഫസ്റ്റ് വന്നാലും ലാസ്റ്റ് വന്നാലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സെയിം തന്നെ ആയിരിക്കും. ദിസ് ക്യാൻ ഓൾസോ ബി സീൻ ഫ്രം ബ്രഹ്മഗുപ്താസ് ഫോർമുല ഫോർ മൾട്ടിപ്ലൈ ഫ്രാക്ഷൻസ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷനാണ് നോക്കുന്നത്. നോർമൽ ഡിവിഷൻ നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇവിടെ 12 / 4 ഇതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലമായിട്ട് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും? നോക്കിയേ, ഇവിടെ വാട്ട് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 4 ടു ഗെറ്റ് 12. അതായത് ഇവിടെ 12 / 4 ആയിരുന്നു നമുക്ക് ഡിവിഷനായിട്ട് തന്നിരുന്നത്. അപ്പോൾ നമ്മളിതിനെ മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആക്കാൻ വേണ്ടി നമ്മളിതിനെ 4ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? മനസ്സിലായല്ലോ? 12 / 4നെ മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആക്കി നമ്മൾ എങ്ങനെ മാറ്റി? ഈ 4ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? ഇവിടെ 12 എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻ്റ് ആണ്. 4 എന്ന് പറയുന്നത് ഡിവൈസറാണ്. ഇനി നമുക്ക് ഈ 12 / 4 ചെയ്താൽ നമുക്ക് 3 കിട്ടും. ആ 3 എന്ന് പറയുന്നത് എന്താണ്? കോഷ്യൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഡിവൈസറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിവിഡൻറ്റ് കിട്ടുക എന്നാക്കി നമ്മളിതിനെ മാറ്റി. അതായത് ഡിവിഷനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാക്കി മാറ്റി. മനസ്സിലായല്ലോ? We can use this technique of converting division into multiplication problems to divide fractions. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ നമ്മൾ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷനാക്കി മാറ്റിയല്ലോ. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രാക്ഷൻ്റെ ഡിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ ചെയ്യാൻ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ സിലബസ് വെച്ചിട്ട് കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. അപ്പം നിങ്ങൾ ഇതറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് 1 / 2/3? അപ്പോൾ 1നെ 2/3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലമായിട്ട് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്തെഴുതാം? 1 ആണ് ഡിവിഡൻറ്റ്, 2/3 ഈസ്
ഡിവൈസർ. അപ്പോൾ ഈ ഡിവൈസറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഡിവിഡൻഡ് കിട്ടുക? അങ്ങനെയാണ് നമ്മൾ മുകളിൽ ഇവിടെ കണ്ടതല്ലേ. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഡിവൈസറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഡിവൈസർ 2/3 ആണ്. ഈ 2/3യുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവിഡൻഡായ 1 കിട്ടും. അപ്പോൾ 2/3യുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ നമുക്കറിയാം ഈ 3ഉം 2ഉം ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമുക്ക് 1 അവിടെ ലെഫ്റ്റ് ആവും അല്ലേ. അപ്പോൾ 3 ഇവിടെ ക്യാൻസൽ ആകണമെങ്കിൽ 3 ഡിനോമിനേറ്ററിലാണ്, നമുക്ക് ന്യൂമറേറ്ററിലൊരു 3 വേണം. എന്നാൽ മാത്രമേ 3 ക്യാൻസലായി പോകത്തുള്ളൂ. അതേപോലെ 2 ക്യാൻസലായി പോകണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ ഇവിടെ ഒരു 2 വേണം. ഈ 2 ന്യൂമറേറ്ററിലാണ്. അപ്പോൾ ക്യാൻസലായി പോകണമെങ്കിൽ ഡിനോമിനേറ്ററിലൊരു 2 വേണം. അപ്പോൾ നോക്കിയാൽ 2/3യുടെ കൂടെ 3/2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡിവൈസറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 1 കിട്ടി അല്ലേ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2/3 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് നമ്മളെടുത്ത ഈ നമ്പർ ആയിരിക്കും, അതായത് 3/2 ആയിരിക്കും. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2/3 എന്ത് കിട്ടി? നമുക്ക് 3/2 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം നോക്കാം. 3 ഡിവൈഡഡ് ബൈ 2/3. അപ്പോൾ ഇതാ ഇവിടെ 3 എന്ന് പറയുന്നത് ഡിവിഡൻ്റാണ്, 2/3 എന്ന് പറയുന്നത് ഡിവൈസറാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം? ഈ ഡിവൈസറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഡിവിഡൻഡ് കിട്ടുക? അതായത് 3 കിട്ടണം. അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞു, ആദ്യം നമ്മൾ 1 വരുന്ന രീതിയിലാക്കണം. അപ്പോൾ 2/3യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ വെച്ച് നോക്കുമ്പോൾ 1 കിട്ടണമെങ്കിൽ എന്ത് വരണം? ഇവിടെ 3ഉം ഇവിടെ 2ഉം വരണം. ഇപ്പോൾ ഇതെന്തായി? 1 ആയി. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? 3 ആണ് വേണ്ടത്. ആ 1ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ നമ്പറുകൾ എടുത്തു? 3/2 ഇൻറ്റു 3 എടുത്തു. ഇപ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3 കിട്ടുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പറിനെ ആദ്യം 1 വരുന്ന രീതിയിലുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2/3 ആണെങ്കിൽ 3/2 കൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 കിട്ടും. എന്നിട്ട് ഇവിടെ ഏത് നമ്പറാണോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 3/2 ഇൻറ്റു 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3 ഡിവൈഡഡ് ബൈ 2/3 ആയിരുന്നു. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളെടുത്ത ഈ നമ്പർ ആയിരിക്കും. അതായത് 3/2 ഇൻറ്റു 3. ഞാൻ ഈ റെഡ് സ്ക്വയറിൽ ഇട്ടിരിക്കുന്ന നമ്പർ, അതായത് 9/2. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 2/3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9/2 കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 1/5 ഡിവൈഡഡ് ബൈ 1/2. അപ്പോൾ ഇവിടെ 1/5 ഡിവിഡൻറ്റ്, 1/2 ഡിവൈസർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡിവൈസറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിവിഡൻറ്റ് കിട്ടുക? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് 1 വരുന്ന രീതിയിലാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 2/1 അല്ലേ. 2/1 എടുക്കുമ്പോൾ ഇത് 1 ആയിപ്പോയി. പക്ഷേ നമുക്ക് എന്താ വേണ്ടേ? 1/5 ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്തും കൂടി ഇട്ട് കൊടുക്കണം? 1/5ഉം കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ എടുത്ത എത്ര നമ്പറുകൾ എടുത്തോ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 1/5 ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറയുന്നത് എന്ത് വരും? 2 ഇൻറ്റു 1/1 ഇൻറ്റു 5, ദാറ്റ് ഈസ് 2/5. അതാണോ ആൻസർ കിട്ടിയെന്ന് നോക്കിയേ. കണ്ടോ? 2/5. കണ്ടോ? 2/5 ആണ് ആൻസർ. ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ. 2/3 ഡിവൈഡഡ് ബൈ 3/5. അപ്പോൾ 2/3 ആണ് എന്താ? ഡിവിഡൻറ്റ്. 3/5 ആണ് ഡിവൈസർ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ? ഡിവൈസറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിവിഡൻറ്റ് കിട്ടുക? അപ്പോൾ ആദ്യം എന്താക്കണം? 1 വരുന്ന രീതിയിലാക്കണം. 1 വരുന്ന രീതിയിലാക്കണമെങ്കിൽ ഇതിനെ നേരെ അങ്ങ് തിരിച്ചെഴുതിയാൽ മതി. 3/5നെ നേരെ തിരിച്ച് 5/3. ഇപ്പോൾ ഇതെന്തായി? 1 ആയി. പക്ഷേ നമുക്ക് 1 അല്ല വേണ്ടത്, 2/3 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2/3യും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. കണ്ടല്ലോ, കാര്യം കഴിഞ്ഞു. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2/3 ഡിവൈഡഡ് ബൈ 3/5 എന്ത് വരും?
5 into 2 10 divided by 3 into 3 9 10/9 എന്ന് വരും. അതാ കണ്ടോ 10/9 എന്ന് നമുക്ക് കിട്ടി. കണ്ടല്ലോ, വളരെ സിമ്പിളാണ് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്. ആദ്യം നിങ്ങൾ 1 വരുന്ന രീതിയിലാക്കുക. അതായത് ഡിവൈസറിനെ നേരെ നമ്മളങ്ങ് തിരിച്ചെഴുതുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ എന്താണോ നമുക്ക് കിട്ടേണ്ടത് അതും കൂടെ ഇട്ട് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താണോ ഇവിടെ മൊത്തത്തിൽ എഴുതിയത് അത് മൊത്തം നമ്മൾ ആൻസറായിട്ട് എടുക്കണം കേട്ടോ. ഇനി നോക്കി, ഇവിടെ ഒരു ഡിസ്കഷൻ തന്നിട്ടുണ്ട്. In every division problem, we have a dividend, divisor and quotient. The technique we have been using to get the quotient is. അപ്പോൾ നമ്മൾ ഈ quotient കിട്ടാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്ത ടെക്നിക്ക് എന്താണെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതൊക്കെ നന്നായി അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് കേട്ടോ. നോക്കിയേ, ആദ്യം നമ്മൾ എന്താ ചെയ്തേ? ഫസ്റ്റ് ഫൈൻഡ് ദ നമ്പർ വിച്ച് ഗിവ്സ് 1 വെൻ മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിവൈസർ. ഇതൊക്കെ ഞാൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡിവൈസറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടുന്ന നമ്പർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. വി സീ ദാറ്റ് ദ റിസൾട്ടിംഗ് നമ്പർ ഈസ് എ ഫ്രാക്ഷൻ ഹൂസ് ന്യൂമറേറ്റർ ഈസ് ദ ഡിവൈസേഴ്സ് ഡിനോമിനേറ്റർ. അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ആ കണ്ടുപിടിക്കുന്ന നമ്പർ എന്തായിരിക്കും? ഫ്രാക്ഷൻ ആയിരിക്കും. ആ ഫ്രാക്ഷൻ എന്താണ്? ഡിവൈസറിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ കണ്ടുപിടിച്ച നമ്പറിൻ്റെ ന്യൂമറേറ്റർ ആയിരിക്കും. അതേപോലെ ഡിവൈസറിൻ്റെ ന്യൂമറേറ്റർ നമ്മൾ എഴുതുന്ന നമ്പറിൻ്റെ ഡിനോമിനേറ്ററും ആയിരിക്കും. ഇതാ ഇവിടെ നോക്കിയേ, 3/5 ഡിവൈസറാണല്ലേ. ഡിവൈസറിൻ്റെ ന്യൂമറേറ്റർ നമ്മൾ കണ്ടുപിടിച്ച നമ്പറിൻ്റെ ഡിനോമിനേറ്ററാണ്. അതേപോലെ ഡിവൈസറിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ കണ്ടുപിടിച്ച നമ്പറിൻ്റെ ന്യൂമറേറ്ററും ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫോർ ദ ഡിവൈസർ 3/5 ഫ്രാക്ഷൻ എന്ത് വരും? കണ്ടോ, നേരെ തിരിഞ്ഞു വരും. ഈ 5 ന്യൂമറേറ്ററിൽ പോയി 3 ഡിനോമിനേറ്ററിൽ വന്നു, 5/3. അപ്പോൾ ഈ 5/3യെ നമ്മൾ വിളിക്കുന്നതാണ് റെസിപ്രോക്കൽ ഓഫ് 3/5. ഇത് ഞാൻ നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ ഞാൻ റെസിപ്രോക്കലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ 2 ഡിവൈഡഡ് ബൈ 3/5 ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ ചെയ്ത് കാണിച്ചിരുന്നു. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. 3/5ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 5/3. ഇങ്ങനെ നിങ്ങളെ ഞാൻ പറഞ്ഞ് നേരത്തെ ചെയ്ത ക്ലാസ്സുകളിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഈ 5/3യെ നമ്മൾ എന്തു പറയും? 3/5ൻ്റെ റെസിപ്രോക്കൽ, അതായത് നേരെ തിരിച്ചെഴുതുന്നു. അതിനെ നമ്മൾ റെസിപ്രോക്കൽ എന്നാണ് പറയുക കേട്ടോ. വെൻ വി മൾട്ടിപ്ലൈ എ ഫ്രാക്ഷൻ ബൈ ഇറ്റ്സ് റെസിപ്രോക്കൽ വി ഗെറ്റ് 1. ഏതൊരു നമ്പറിനെയും അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ഇപ്പോൾ 2/7 ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താ? 7/2. അപ്പോൾ ഈ 2/7ൻ്റെ റെസിപ്രോക്കലിനെ 2/7നെ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7ഉം 7ഉം ക്യാൻസലായിട്ട് 1 ആവും, 2ഉം 2ഉം ക്യാൻസലായിട്ട് 1 ആവും. കണ്ടോ, 1 കിട്ടും. അതാണ് പറഞ്ഞത്, ഏതൊരു നമ്പറിനെയും അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അവർ ടെക്നിക് ഈസ് ടു ഫൈൻഡ് ദ ഡിവൈസേഴ്സ് റെസിപ്രോക്കൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് തന്നിരിക്കുന്ന ഡിവൈസറിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുക. ഇനി അടുത്തത് രണ്ടാമത്തത്, വി ദെൻ മൾട്ടിപ്ലൈ ദ ഡിവിഡൻറ്റ് വിത്ത് ദിസ് റെസിപ്രോക്കൽ ടു ഗെറ്റ് ദ കോഷ്യൻറ്റ്. മനസ്സിലായല്ലോ, മുകളിലൊക്കെ നമ്മൾ ചെയ്തത് അത് തന്നെയാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ 3/5ൻ്റെ റെസിപ്രോക്കൽ എഴുതി 5/3. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? 2/3, അതായത് ഡിവിഡൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു. അന്നേരമാണ് നമുക്കിതാ ഇത് കിട്ടിയത് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? റെസിപ്രോക്കലിൻ്റെ കൂടെ നമ്മൾ ഡിവിഡൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, സമ്മറൈസിങ് 2 divide 2 ഫ്രാക്ഷൻസ് എന്തൊക്കെയാണ്? റെസിപ്രോക്കൽ ഓഫ് ദി ഡിവൈസർ. ഫസ്റ്റ് ഡിവൈസറിൻ്റെ റെസിപ്രോക്കൽ കാണുന്നു. മൾട്ടിപ്ലൈ ദിസ് ബൈ ദ ഡിവിഡൻറ്റ് ടു ഗെറ്റ് ദി കോഷ്യൻറ്റ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതാണ് വലിച്ചു നീട്ടി ഇത്രയും നേരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് a/b ഡിവൈഡഡ് ബൈ c/d എന്ത് പറയാം? a/b ഡിവൈഡഡ് ബൈ c/d എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് പറയാം. a/b അതുപോലെ എഴുതുന്നു. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു.
ഇതിൻ്റെ റെസിപ്രോക്കൽ. നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ബാക്കി ഈ സ്റ്റെപ്പുകളൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും കേട്ടോ. അപ്പോൾ A/B ഡിവൈഡഡ് ബൈ C/D എന്ന് വെച്ചാൽ എന്താ? A/B അതേപോലെ, അതായത് ഫസ്റ്റ് ഫ്രാക്ഷൻ നിങ്ങൾ അതേപോലെ എഴുതുക, ഈ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കുക, സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എഴുതുക. ഫോർ എക്സാമ്പിൾ 3/5 ഡിവൈഡഡ് ബൈ 5/9 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫ്രാക്ഷനെ അതേപോലെ എഴുതുക, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കുക, 5/9ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 9/5, എന്നിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും കാര്യമേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഡിവിഡൻറ്റ്, ഡിവൈസർ ആൻഡ് ദി കോഷ്യൻ്റ്. അപ്പോൾ നമ്മൾ രണ്ട് ഹോൾ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 3, 6 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് 2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിയേ, ഈ കോഷ്യൻ്റ് ഡിവിഡൻറ്റിനെക്കാട്ടിൽ ലെസ്സാണ് അല്ലേ? 2 ഈസ് ലെസ് ദാൻ 6. അപ്പോൾ രണ്ട് ഹോൾ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കോഷ്യൻ്റ് ഡിവിഡൻറ്റിനെക്കാട്ടിൽ ലെസ്സായിട്ട് കിട്ടി. ഇനി ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെങ്ങനെ ചെയ്യാം? 6 അതേപോലെ എഴുതും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും, 1/4ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 4/1. അപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. അപ്പോൾ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടെ ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? കോഷ്യൻ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിവിഡൻറ്റ്. ഇപ്പോൾ കോഷ്യൻ്റ് ഡിവിഡൻറ്റിനെക്കാട്ടിൽ ഗ്രേറ്ററായി. ഇനി രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 1/8 ഡിവൈഡഡ് ബൈ 1/4 എന്ത് വരും? 1/8. ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എഴുതുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു, 1/4ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 4/1. അപ്പോൾ ഇവിടെ ഇതും കൂടെ ക്യാൻസൽ ആവും, 1ഉം ഇവിടെ 2ഉം ആവും, 4 2s are 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. ഇവിടെ എന്താണ്? Quotient is greater than the dividend. 1/2 is greater than 1/8. ഇവിടെ എന്താണ്? Quotient ഡിവിഡൻറ്റിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. മനസ്സിലായല്ലോ? ഇതും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് ചെയ്യാനുള്ളത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.